നമ്മൾ മലയാളികൾ നമ്മുടെ സംസ്കാരം കാണിച്ചു എന്ന് വേണം പറയാൻ. ശ്രീനിവാസൻ മരിച്ച് മരണാനന്തര ചടങ്ങ് അദ്ദേഹത്തെ കാണാനായിട്ട് പൃഥ്വിരാജ് വന്നപ്പോൾ സൺഗ്ലാസ് വെച്ചിട്ടാണ് വന്നത്. എന്താ രസം, ഈ പോസ്റ്റിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻസാണ്. പൃഥ്വിരാജിനെ വിളിക്കാത്ത തെറിയൊന്നുമില്ല. അതിൽ 99% കമൻസും പൃഥ്വിരാജിനെ തെറിയാണ്. അഹങ്കാരിയാണ്, ജാടയാണ്, കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടേ നടക്കുകയുള്ളൂ, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട്, മരണ വീട്ടിലും കൂളിംഗ് ഗ്ലാസ് വെച്ച് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തെറി. ഇത് മലയാളികൾ അപ്പോൾ പൃഥ്വിരാജ് മാത്രമല്ല, അതിൽ വേറെയും പലരും സൺഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മലയാളികൾ സീലടിച്ച് കൊടുക്കുന്നത് ഈ സൺഗ്ലാസ് വെച്ച് നടന്നു കഴിഞ്ഞാൽ അവൻ അഹങ്കാരിയാണെന്നാണ്. വിദേശത്തൊക്കെ അവിടെയൊന്നും ഇങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം അവിടെയൊക്കെ മരണാനന്തര ചടങ്ങുകളുടെ സമയത്ത് കറുത്ത കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് അവർ കറുത്ത ഗ്ലാസ്സൊക്കെ ധരിക്കാറുണ്ട്. അവിടുത്തെ ആളുകൾ അങ്ങനെ പറയാറില്ല. ഇവിടെ ഈ സൺഗ്ലാസ് ഒരു സ്റ്റൈൽ ഐക്കണായിട്ടാണ് കാണുന്നത്. അത് ധരിക്കാൻ കുറച്ച് ആളുകൾക്ക് കുറച്ച് സമയങ്ങളിൽ മാത്രം അനുവാദം നമ്മുടെ ആൾക്കാർ കൊടുത്തിട്ടുള്ളൂ. ഇത്രയ്ക്ക് സംസ്കാരമില്ലാത്ത ജനങ്ങളായി പോയല്ലോ എന്നാണ്. എല്ലാ മലയാളികളും അല്ല, കമൻ്റ് ഇടുന്നവർ. എനിക്ക് കമൻ്റ് ഇടുന്നവരിൽ നിന്ന് മനസ്സിലായത് പൃഥ്വിരാജിനോട് പ്രത്യേക വൈരാഗ്യമുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് പൃഥ്വിരാജിന് ഇഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാർ അയാളെ തെറി വിളിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റിന് താഴെ വന്നിട്ട് ഫുള്ള് തെറി. അയ്യോ കഷ്ടം. ഇവന്മാരുടെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ അഹങ്കാരികൾ ആരാണ്? കയ്യിൽ വാച്ച് കെട്ടി നടക്കുന്നവരാണ്. കാരണം സ്മാർട്ട് ഫോൺ എല്ലാവരുടെ കയ്യിലുണ്ട്. സ്മാർട്ട് ഫോൺ ഉള്ള ഈ കാലഘട്ടത്തിൽ എന്തിനാണ് നമ്മൾ വാച്ച് കെട്ടി നടക്കുന്നത്? സമയം നോക്കാനല്ലേ വാച്ചുള്ളത്. അപ്പോൾ വാച്ച് എന്ന് പറഞ്ഞ അഹങ്കാരം ആണല്ലോ അങ്ങനെ നോക്കുകയാണെങ്കിൽ.